ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇക്കാൻ്റെ ഒരു ലീവുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കാപ്പിയാണ്, പാൽ കാപ്പി. മക്കൾക്ക് കട്ടൻ കാപ്പിയും ഇക്കാക്ക് ഗ്രീൻ ടീ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ വകയാണ് കേട്ടോ സ്പെഷ്യൽ നൂഡിൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ഇൻഡോമിയുടെ നൂഡിൽസാണ് കേട്ടോ. പിന്നെ ഇക്ക ഇന്നലെ വരുമ്പോൾ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ, അതാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നൂഡിൽസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. സബോള, അതുപോലെ ക്യാരറ്റ്, പച്ചമുളക്, അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഇതൊന്നും വേണ്ട, വെറുതെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾക്കുള്ളത് ഉണ്ടാക്കുകയാണ് കേട്ടോ. വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ മസാല മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കുകയാണ്. ഒരു പാനിലേക്ക് ആദ്യം സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മക്കൾ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ കഴിച്ചു. അപ്പോൾ സബോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. തക്കാളി, ക്യാരറ്റ് അതൊക്കെ ഇടുകയാണ്. അതൊരുമിച്ചാണ് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല. സബോള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് റെഡി ആവുമ്പോൾ അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അടുത്തത് കോഴിമുട്ട ഒന്ന് ചിക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചിക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ആ ഒരു പ്ലേറ്റിൽ തന്നെ മാറ്റി വെച്ചു. ഇനി നൂഡിൽസ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നൂഡിൽസ് ഇതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇൻഡോമിയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു ഓയിലുണ്ട്. അപ്പോൾ ഒരു സീസണിങ് ഓയിൽ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ മസാല ഇട്ടതിന് ശേഷം. നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളി നൂഡിൽസ് റെഡിയാവും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾസും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും നല്ല ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി കേട്ടോ. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പച്ച മണം തന്നെയാണ് ക്യാപ്സിക്കത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇക്കതാ പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ എടുത്ത് വെച്ചു. ഇനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് വാരി കൊടുക്കുകയാണ് കേട്ടോ ഇക്ക. അപ്പോൾ മക്കൾക്കൊക്കെ വാരി കൊടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉച്ചക്കലത്തെ പരിപാടിയും കൂടി തീർക്കാനുണ്ട്. അതിന് ശേഷം മാത്രമേ ഞങ്ങൾ പുറത്ത് പോകുന്നുള്ളൂ കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇക്കാൻ്റെ സ്പെഷ്യൽ ചില്ലി ചിക്കനാണ് കേട്ടോ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉച്ചക്ക്. പിന്നെ ഞാനൊരു വെണ്ടയ്ക്ക കൊണ്ട് ഒരു പുളി പോലെ വെക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിതാ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക കൊണ്ട് ഒരു ചെറിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്ക ചെറിയ പീസുകളാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ആ പാനിൽ തന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് സോഫ്റ്റായി കിട്ടണം. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില്ലിക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ചിക്കൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ചില്ലി മുളക് എടുത്ത് വെക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ പുളിവെള്ളം ഈ ഒരു മസാലയിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടക്ക നിങ്ങൾക്ക് കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് സൗകര്യത്തിന് ഞാനിതാ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചില്ലിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, മസാല ഉണ്ടല്ലോ ഗരം മസാല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ക്രഷ് ചെയ്തത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഉണ്ടല്ലോ, വെണ്ടക്ക കറി, അതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചത് ഇതാ ഇതിലേക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, മസാല റെഡിയാക്കി വെച്ചതിലേക്ക്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കോൺഫ്ലോറൊക്കെ ശരിയല്ലേ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കടുക് പൊടിച്ചെടുക്കുകയാണ്. കുറച്ച് കടുകും വേപ്പിലയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെണ്ടക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരുപാട് വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചിക്കൻ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ കുക്കിംഗ് ഇക്കാൻ്റെ വകയായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി ഈ ചിക്കനും കൂടി പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പുറത്ത് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് വേറെ 2 ഐറ്റംസും കൂടിയും ചേർക്കാനുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചില്ലി ഉണ്ടല്ലോ, മുളക്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഈ വേപ്പിൻ്റെ ഇലയുടെയും അതുപോലെ തന്നെ ഈ ഒരു മുളകിൻ്റെയൊക്കെ മണം നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കഴിക്കുമ്പോഴും നമുക്ക് ഒരു ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ മുളകൊക്കെ. അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ചില്ലി അവിടെ റെഡി ആയിട്ടുണ്ട്. കളറ് കുറച്ച് കുറവുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൂടി ചേർക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു കളറ് കിട്ടും. അപ്പോൾ നമ്മളുടെ ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാസറോളിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി, സബോള ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞതും ഒക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു മണം കൂടി ഈ ഒരു ചില്ലിയിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, കറി എല്ലാം റെഡിയായി. ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. അത് ഞാൻ വീട്ടിലാവുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഏത് അരി വേണമെങ്കിലും നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ഒറ്റ വിസിലടിക്കുക, എന്നിട്ട് അതൊന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സമയം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ചോറ് റെഡിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കിയുള്ള സമയമൊക്കെ പുറത്ത് 2-3 സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. എങ്ങോട്ടൊക്കെയാണ് പോയിട്ടുള്ളത് എന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വ്ളോഗിൽ ചെയ്യുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.